മലയാള സിനിമയ്ക്ക് ഏറ്റവും പ്രിയപ്പെട്ട താരസഹോദരന്മാരുടെ ലിസ്റ്റ് എടുത്താൽ വിനീത് ശ്രീനിവാസനും ധ്യാൻ ശ്രീനിവാസനും ലിസ്റ്റിലുണ്ടാവും. ചെറിയ പ്രായം മുതലേ ഇരുവരും തമ്മിലുള്ള സ്നേഹവും ഐക്യവുമൊക്കെ ചർച്ചയാവുന്നത് ധ്യാനിൻ്റെ അഭിമുഖങ്ങളിലൂടെയാണ്. എല്ലാം വെട്ടിത്തുറന്ന് സംസാരിച്ചാണ് ധ്യാൻ പ്രേക്ഷക പ്രശംസ നേടിയെടുത്തത്. ഇക്കാര്യത്തിൽ വിനീത് ശ്രീനിവാസൻ കുറച്ച് പുറകിലോട്ടാണ്. പല കാര്യങ്ങളും പുറത്തു പറയാതെ ഉള്ളിലൊതുക്കുന്നതാണ് വിനീതിൻ്റെ രീതി. എന്നാൽ ഇപ്പോൾ ധ്യാനിൻ്റെ രസകരമായ വീഡിയോയാണ് ഇൻസ്റ്റാഗ്രാം പേജിലൂടെ വിനീത് പങ്കുവച്ചിരിക്കുന്നത്. ഈ വീഡിയോ ആരാധകർക്കിടയിലും വലിയ ചർച്ചയായിരിക്കുകയാണ്. ഹൃദയം എന്ന സൂപ്പർ ഹിറ്റ് സിനിമയ്ക്ക് ശേഷം പ്രണവ് മോഹൻലാലിനെ നായകനാക്കി വിനീത് ശ്രീനിവാസൻ്റെ പുത്തൻ സിനിമ വരാൻ പോവുകയാണ്. വർഷങ്ങൾക്ക് ശേഷം എന്ന് പേരിട്ടിരിക്കുന്ന സിനിമയുടെ ചിത്രീകരണം പൂർത്തിയാക്കി പ്രീ പ്രൊഡക്ഷൻ വർക്കുകൾ നടക്കുകയാണ്. ചിത്രത്തിൽ വിനീതിൻ്റെ സഹോദരനും നടനുമായ ധ്യാൻ ശ്രീനിവാസനും പ്രധാനപ്പെട്ട ഒരു റോളിൽ അഭിനയിക്കുന്നുണ്ട്. സിനിമയുടെ ഡബ്ബിങ്ങിന് വരുന്ന ധ്യാനിൻ്റെ ഏറ്റവും പുതിയൊരു വീഡിയോയാണ് ഇൻസ്റ്റാഗ്രാം പേജിലൂടെ വിനീത് പങ്കുവച്ചിരിക്കുന്നത്. വർഷങ്ങൾക്ക് ശേഷത്തിൻ്റെ ഡബ്ബിങ്ങിന് വന്ന ധ്യാൻ എ വിശാഖ് സുബ്രഹ്മണ്യം പ്രൊഡക്ഷൻ എന്നാണ് വീഡിയോയ്ക്ക് വിനീത് നൽകിയ ക്യാപ്ഷൻ. ഇതിൽ രസകരമായ കാര്യം എന്താണെന്ന് വെച്ചാൽ ധ്യാൻ ഒരു ഓട്ടോറിക്ഷയിലാണ് ഡബ്ബിങ്ങിന് സ്റ്റുഡിയോയുടെ മുന്നിൽ വന്നിറങ്ങുന്നത്. വീട്ടിലൂടെ നടക്കുന്നത് ട്രൗസറും ടീഷർട്ടും ഇട്ട് വളരെ സിമ്പിളായി ഓട്ടോയിൽ വരുന്ന ധ്യാനിൻ്റെ വീഡിയോ വിനീത് പകർത്തുകയായിരുന്നു. ശേഷം നീ ഡബ്ബിങ്ങിന് വന്നതാണോ എന്നും ചോദിക്കുന്നുണ്ട്. അതെ എന്നായിരുന്നു ധ്യാനിൻ്റെ മറുപടി. പോസ്റ്റ് ചെയ്ത മിനിറ്റുകൾക്കുള്ളിൽ വിനീതിൻ്റെ വീഡിയോ ആരാധകർക്കിടയിൽ വൈറലായി. കാഞ്ചന മൊയ്തീനുള്ളതാണെങ്കിൽ തമിഴ്നാട് വിനീതിനുള്ളതാണ്. ഇപ്പോൾ ഓട്ടോയും പിടിച്ചാണെങ്കിലും എല്ലാവരും കൂടി ഏപ്രിൽ ഒരു വരവുണ്ട്. അതൊരു ഒന്നൊന്നര വരവായിരിക്കും. മീൻ മേടിക്കാൻ വരുന്നത് പോലെയാണ് ചെക്കൻ ഡബ്ബിങ്ങിന് വരുന്നത്. ധ്യാൻ ചേട്ടൻ മാസ്. ധ്യാൻ സിമ്പിളാണ്, ബട്ട് പവർഫുള്ളുമാണ്. സിംപ്ലിസിറ്റിയാണ് സാറേ ഞങ്ങളുടെ മെയിൻ ഐറ്റം. ലേ ധ്യാൻ ഏട്ടാ, ആ ഓട്ടോ ക്യാഷ് ഒന്ന് ഡീലാക്കിയേക്ക് എന്നിങ്ങനെ 100 കണക്കിന് കമൻറ്റുകളാണ് വിനീതിൻ്റെ വീഡിയോയ്ക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. വിനീത് ശ്രീനിവാസൻ സംവിധാനം ചെയ്ത തിര എന്ന ചിത്രത്തിലായിരുന്നു പ്രധാന റോളിൽ ധ്യാൻ ശ്രീനിവാസൻ അഭിനയിച്ചിരുന്നത്. ശേഷം ഇരുവരും കുഞ്ഞിരാമായണം പോലെ നിരവധി സിനിമകളിൽ ഒരുമിച്ച് അഭിനയിച്ചിട്ടുണ്ട്. എന്നാൽ വീണ്ടും വിനീത് സംവിധാനം ചെയ്യുന്ന സിനിമയിൽ അഭിനയിച്ചിരിക്കുകയാണ് ധ്യാൻ. ചേട്ടനും അനിയനും തമ്മിലുള്ള കോംബോ എങ്ങനെയായിരിക്കുമെന്ന് അറിയാനാണ് ഏവരും കാത്തിരിക്കുന്നത്. 2022 പുറത്തിറങ്ങിയ ഹൃദയമാണ് ഈ ലിസ്റ്റിൽ ഏറ്റവും ഹിറ്റായി മാറിയ ചിത്രം. വിശാഖ് സുബ്രഹ്മണ്യം നിർമ്മിച്ച ചിത്രത്തിൽ പ്രണവ് മോഹൻലാൽ ആയിരുന്നു നായകൻ. ഇതേ കൂട്ടുകെട്ടിലാണ് വർഷങ്ങൾക്ക് ശേഷം എന്ന സിനിമയും നിർമ്മിക്കുന്നത്. 2024 ഏപ്രിലോട് കൂടി ചിത്രം റിലീസ് ചെയ്യാനാണ് അണിയറ പ്രവർത്തകർ തീരുമാനിച്ചിരിക്കുന്നത്.